+1 പ്രവേശനത്തിനുള്ള ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇന്ന് രാവിലെ മുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാം. നാളെ വൈകിട്ട് 4 വരെയാണ് പ്രവേശനം നേടാനുള്ള അവസരം. അലോട്ട്മെന്റ് ഫലങ്ങൾ അപേക്ഷകന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഫല ലിങ്കിൽ ലഭ്യമാകും. തുടർ അലോട്ട്മെന്റുകളുടെ വിശദാംശങ്ങൾ ജൂലൈ 12 വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പരീക്ഷ റദ്ദാക്കില്ലെന്ന് കേന്ദ്ര നിലപാട്. ഹർജികൾ പരിഗണിക്കുന്നത് കൗൺസിലിംഗ് നടപടികൾ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ച സാഹചര്യത്തിൽ. നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 3ാം തവണ പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അത്താഴ വിരുന്ന് ഒരുക്കും. നാളെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി. കോഴിക്കോട്ടെ CPIM-ലെ PSC കോഴ വിവാദത്തിൽ കൂടുതൽ നേതാക്കൾക്കെതിരെ പരാതി. ആരോപണ വിധേയനായ യുവ നേതാവ് മറ്റു നേതാക്കളുടെ പേരിലും കോഴ വാങ്ങിയെന്ന് പരാതി. കൂടുതൽ നേതാക്കളുടെ പേരുകൾ പരാമർശിക്കുന്നത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ. വിവാദം കൂടുതൽ തലങ്ങളിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ചേരുന്ന CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിഷയം ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച വിലയിരുത്തലിന് CPI നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. സംസ്ഥാന കൗൺസിൽ ചർച്ച ചെയ്യുന്നത് ഓരോ ജില്ലയിലെയും വിലയിരുത്തലുകൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട്. ഇന്ന് സംസ്ഥാന നിർവാഹക സമിതി യോഗവും നാളെ മുതൽ 2 ദിവസം സംസ്ഥാന കൗൺസിലും ചേരും. 11-ന് ദേശീയ നേതൃയോഗങ്ങളും തുടങ്ങും. ജില്ലാ റിപ്പോർട്ടുകളിൽ സർക്കാരിന്റെ വീഴ്ചകളും മുന്നണിയുടെ പോരായ്മകളും. ഇന്നും നാളെയും റേഷൻ വ്യാപാരി സംഘടനകളുടെ കടയടപ്പ് സമരം. വേതന വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തെ തുടർന്ന് 2 ദിവസം പൂർണ്ണമായും റേഷൻ വിതരണം മുടങ്ങുമെന്ന് സൂചന. സമരം വ്യാപാരികളുടെ സംയുക്ത റേഷൻ കോഓർഡിനേഷൻ സമിതി, കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ. നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ച ഇന്നും തുടരും. ചർച്ച പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകളിൽ. പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട CK ആശ MLA മൃഗസംരക്ഷണ വകുപ്പിന്റെ ശ്രദ്ധ ക്ഷണിക്കും. പമ്പയാറ്റിൽ ചാടിയ യുവതിക്കായി ഇന്നും തിരച്ചിൽ. കല്ലിശ്ശേരി പാലത്തിൽ നിന്ന് ഇന്നലെ വൈകിട്ട് ആറ്റിലേക്ക് ചാടിയത് പന്തളം സ്വദേശി ഫാത്തിമ. ഇന്നലെ രാത്രി വൈകിയും ഫയർഫോഴ്സ് സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായിട്ടില്ല. കുളനട മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ജീവനക്കാരിയാണ് 35-കാരിയായ ഫാത്തിമ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത എന്ന് കാലാവസ്ഥാ കേന്ദ്രം. കേരള തീരത്തും തമിഴ്നാട് തീരത്തും കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഹത്രാസ് ദുരന്തത്തിൽ ഗൂഢാലോചന ആരോപിച്ച വിവാദ ആൾദൈവം ഭോലെ ബാബയുടെ അഭിഭാഷകൻ. ദുരന്തത്തിന് കാരണം പ്രാർത്ഥനാ ചടങ്ങിനിടെ അജ്ഞാതർ വിഷം സ്പ്രേ ചെയ്തത്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഭോലെ ബാബയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയെന്ന അഭിഭാഷകൻ. ഹത്രാസിൽ ഭോലെ ബാബയുടെ പ്രാർത്ഥനാ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് 121 പേർ. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് തേടും. വിശ്വാസ വോട്ട് നേടിയാൽ മന്ത്രിസഭാ വിപുലീകരണത്തിന് സാധ്യത. വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നത് ചമ്പൈ സോറൻ രാജിവെച്ച ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് 81 അംഗ നിയമസഭയിൽ ഇന്ത്യ സഖ്യത്തിന് 47 MLA-മാരുടെ പിന്തുണ. BJP നയിക്കുന്ന പ്രതിപക്ഷത്തിന് 30 അംഗങ്ങളുടെ പിന്തുണ.
10 വർഷം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം യുവതി നൽകിയ ബലാത്സംഗ കേസിൽ സുപ്രധാന വിധിയുമായി മധ്യപ്രദേശ് ഹൈക്കോടതി. 10 വർഷം ഒരുമിച്ച് ജീവിക്കുകയും പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത ശേഷം നൽകിയ പരാതി നിലനിൽക്കില്ലെന്ന് കോടതി. യുവതി കേസ് കൊടുത്തത് യുവാവ് വിവാഹത്തിന് വിസമ്മതിച്ചപ്പോൾ. ഫ്രാൻസിൽ തൂക്കുസഭയെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രകാരം ഇടതുപക്ഷം ഏറ്റവും വലിയ മുന്നണിയാകുമെന്ന് റിപ്പോർട്ടുകൾ. തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി അധികാരത്തിലെത്തുന്നത് തടയാൻ ഇടതു പാർട്ടികളുമായി ധാരണയിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മധ്യപക്ഷ പാർട്ടി. രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് മാത്രം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിയെന്ന് ഇമ്മാനുവൽ മാക്രോൺ. കശ്മീരിലെ ഗുൽഗാമിൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നതായി കണ്ടെത്തൽ. ഭീകരർക്ക് താമസ സൗകര്യമൊരുക്കിയ ഒളിസങ്കേതവും ബങ്കറും സൈന്യം കണ്ടെത്തി. ഗുൽഗാമിൽ ഇന്നലെ ഹിസ്ബുൾ മുജാഹിദിന്റെ പ്രാദേശിക കമാൻഡർ അടക്കം 6 പേരെ സൈന്യം വെടിവെച്ച് കൊന്നിരുന്നു. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. 8 പേർ കൂടി മരിച്ചതോടെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 66ആയി. ബ്രഹ്മപുത്ര, ബരാക് ഉൾപ്പെടെയുള്ള നദികളിലെ ഒഴുക്ക് അപകട നിലയിൽ. സംസ്ഥാനത്തെ 28 ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഗോവയിൽ മഴക്കെടുതിയിൽ രൂക്ഷം. മതിലിടിഞ്ഞു വീണ് 3 തൊഴിലാളികൾ മരിച്ചു. മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മഹദീഷ് വന്യജീവി സങ്കേതത്തിൽ കുടുങ്ങിയ 150 പേരെ രക്ഷപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഒരാഴ്ചത്തേക്ക് പ്രവേശനം അടച്ചതായി സംസ്ഥാന വനം വകുപ്പ്. മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ റെക്കോർഡിട്ട ഇന്ത്യൻ താരം അവിനാഷ് ഹബിൾ. താരം തിരുത്തിക്കുറിച്ചത് തന്റെ തന്നെ ദേശീയ റെക്കോർഡ്. മത്സരം പൂർത്തിയാക്കിയത് 8 മിനിറ്റ് 11 സെക്കൻഡ്. സിംബാബ്വെക്കെതിരെ 2ാം T20 ഇന്ത്യക്ക് 100 റൺസിന്റെ തകർപ്പൻ ജയം. 234 റൺസ് പിന്തുടർന്ന സിംബാബ്വെ 134 ഓൾ ഔട്ട്. അഭിഷേക് ശർമ്മയ്ക്ക് സെഞ്ചുറി. മുകേഷിനും ആവേശിനും രവി ബിഷ്ണോയിക്കും 2 വിക്കറ്റ്. പരമ്പരയിൽ ഒപ്പമെത്തി ഇന്ത്യ. യൂറോ കപ്പ് ഫുട്ബോളിൽ സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. മത്സരം നാളെ രാത്രി 12:30. 2ാം സെമിയിൽ ഇംഗ്ലണ്ടിന് നെതർലൻഡ്സ് എതിരാളികൾ. സിംബാബ്വെക്കെതിരായ 3ാം T20 ബുധനാഴ്ച ആരംഭിക്കും. മത്സരം വൈകിട്ട് 4:30 ഹരാരെയിൽ. പരമ്പരയിൽ ലീഡ് നേടാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ. മലയാളി താരം സഞ്ജു സാംസൺ കളിച്ചേക്കും.